അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കോഴിക്കോട് നോർത്ത് ഭാരവാഹികളെ, ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ദിവസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട, നന്മ മാത്രം ആഗ്രഹിച്ച് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാരവാഹികളെ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പുറപ്പെടുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ നല്ല ഒരു കുടുംബജീവിതം എങ്ങനെയാവണം, എങ്ങനെ ആവരുത് എന്നുള്ളതിനെക്കുറിച്ച് ഉസ്താദ് സുബൈർ സലഫി ഉസ്താദ് വളരെ വിശദമായിട്ട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും അതിനേക്കാളേറെ പറയാനില്ല. എങ്കിലും ഞാനും നിങ്ങളും, ഞാൻ ഉദ്ദേശിക്കുന്നത് കാഴ്ചാപരിമിതി അനുഭവിക്കുന്ന ഞാനും കാഴ്ചാപരിമിതി അനുഭവിക്കുന്ന നിങ്ങളും ഈ ഒരു സംസാരം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കയറി വന്നിട്ടുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന ഒരു ആത്മപരിശോധന ഒരു പക്ഷേ നമ്മളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചില ആളുകൾക്കൊക്കെ ഈ ആത്മപരിശോധന നടത്തിയപ്പോൾ ഒരുപാട് ഇനിയും മാറേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവും. വേറെ ചില ആളുകൾക്ക് ഞാൻ ഇതൊക്കെ തന്നെ ഈ സംസാരം കേൾക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവരുമുണ്ടാകും. ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ നമുക്ക് ചെവി നൽകിയിട്ടുള്ള അള്ളാഹുവിന് 1000 സ്തുതി അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന സംസാരങ്ങളോ നന്മ നിറഞ്ഞ വാക്കുകളോ മറ്റും കേൾക്കാൻ കഴിയാത്ത, കേൾവി പരിമിതി അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പരിസരത്തുണ്ട്. കാഴ്ചാപരിമിതി അനുഭവിക്കുന്ന നമുക്ക് ഒരു പക്ഷേ കേൾവി പരിമിതി അനുഭവിക്കുന്നവരെക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അത്ര പ്രയാസം ഉണ്ടാവില്ല. കാരണം നന്മ കേൾക്കുകയും കേട്ടത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സാധിക്കും. കാഴ്ച എന്നതിനേക്കാൾ കൂടുതൽ കേൾവിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും നമ്മൾ പതിപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേൾവിയില്ലാത്ത, കേൾക്കാൻ കഴിയാത്ത, അള്ളാഹുവിൻ്റെ പരീക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കതൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാന്മാരാവുന്നത്. കേൾക്കണമെങ്കിൽ മറ്റുള്ളവർ പറയണം. മറ്റുള്ളവർ പറയുന്നത് എന്തായാലും കേൾവിശക്തിയുള്ള നമ്മളത് കേൾക്കും. എന്ത് കേൾക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എന്ത് കേൾക്കണം എന്ന് നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാൻ നിലവിൽ സാഹചര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദമാണ് നിങ്ങൾ ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, പക്ഷേ എന്ത് പറയണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനും പറയുന്നവനും നന്മ പറയുകയും ആ നന്മ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നല്ല കേൾവി എന്ന അനുഭവം നമുക്കുണ്ടാവുന്നത്. അപ്പം നല്ലത് കേൾക്കണമെങ്കിൽ നല്ലത് പറയണം.
നല്ലത് പറയുന്ന ഇടങ്ങളിൽ നമ്മൾ ചെല്ലണം. ചെന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലെ നന്മ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് കാഴ്ചാ പരിമിതി നമുക്കുണ്ടെങ്കിലും നമുക്ക് അള്ളാഹു നൽകിയ മഹത്തായ കേൾവി എന്ന അനുഗ്രഹവും സംസാരം എന്ന അനുഗ്രഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കാഴ്ചാ പരിമിതി ഉണ്ട് എന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അള്ളാഹു നൽകിയ മറ്റ് അനുഗ്രഹങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇതിന് നമുക്ക് കഴിയാതെ പോകുന്നത് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മകൾ മാത്രം കേൾക്കാനും നല്ലത് മാത്രം കേൾക്കാനും അതിലൂടെ തിരിച്ച് നന്മ മാത്രം പറയാനും നല്ലത് മാത്രം മറ്റുള്ളവരെ ഉപദേശിക്കാനും നമുക്ക് അവസരങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അത്തരം അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു മഹത്തായ ഒരു സംവിധാനമാണ് വിസ്ഡം നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക, നന്മ കേൾക്കുന്ന ഇടങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക, നന്മ പറയുന്ന ആളുകളുമായി സഹവാസം ഊട്ടിയുറപ്പിക്കുക, അതിലൂടെ നന്മയുള്ളൊരു സമൂഹമായി മാറുക എന്നതാണ് ഈ നല്ല കേൾവി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയം നല്ല കേൾവി എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി നിരവധി സാഹചര്യങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ആശയങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കയ്യിലൊക്കെയുള്ള മൊബൈൽ ഫോൺ വഴി എവിടെ ഇരുന്നുകൊണ്ടും ഓൺലൈനായിട്ടും അല്ലാതെയും യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഏത് തരം കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്ത് കേൾക്കണം എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട്, എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. കാരണം ആ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ നമ്മളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അള്ളാഹു നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കേൾക്കണം എന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. പക്ഷേ അത് ആ രീതിയിൽ നടപ്പിലാക്കാൻ അത്ര സുഖകരമല്ല. കാരണം മനുഷ്യർക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ മനുഷ്യൻ്റെ നൈമിഷികമായ വൈകാരികതയെ ഉണർത്തി ആ വൈകാരികതയിലൂടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും ഉത്തേജിപ്പിച്ച് അതിലൂടെ ആനന്ദം കണ്ടെത്താനുള്ള ശ്രമമാണ് മനുഷ്യൻ എന്ന ജീവിക്കുള്ളത്. ഇതിൽ നിന്ന് എപ്പോഴാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് എന്ന് ചോദിച്ചാൽ, എന്ത് പറയണമെന്നും എന്ത് കേൾക്കണമെന്നും വിവേകത്തോടുകൂടി വികാരത്തിനപ്പുറം ചിന്തിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ്. അങ്ങനെ കഴിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല കേൾവിക്കും നല്ല സംസാരത്തിനും നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതിനുള്ള സാഹചര്യം ഉണ്ടാവേണ്ട ചില സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ നല്ലത് കേൾക്കാനും നല്ലത് പറയാനുമുള്ള സാഹചര്യമുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ നന്മ പറയുന്നവരാണോ, നല്ലത് ഉപദേശിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നവരാണോ, അവരിൽ നിന്ന് നന്മ കേൾക്കാൻ കഴിയുന്നവരാണോ, നമ്മളോട് നന്മ പറയാൻ കഴിയുന്നവരാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ സാഹചര്യം. മൂന്നാമത്തെ സാഹചര്യം നമ്മുടെ ജോലി സ്ഥലങ്ങളായിരിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലകളായിരിക്കാം. ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അത്തരം സൗഹൃദങ്ങളുണ്ടോ, അത്തരം നന്മ കേൾക്കാനും തിരിച്ച് നന്മ പറയാനുമുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത്. മറ്റുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ ഇടപെടുന്ന വിദ്യാലയമാണ്, മദ്രസയാണ്, അതുപോലെയുള്ള സന്ദർഭങ്ങളാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം നന്മ കേൾക്കാനുള്ള സാഹചര്യം ഇന്ന് കുറവാണ്. കാരണം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെയും അംഗസംഖ്യ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു തുരുത്തായി, നമുക്കൊരു വെളിച്ചമായി, ഒരു ദിശാസൂചികയായി, ഒരു ദീപമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് വിസ്ഡത്തിൻ്റേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത് നിങ്ങൾ പങ്കെടുത്ത വിസ്ഡത്തിൻ്റെ എല്ലാ യോഗങ്ങളിലും പരിപാടികളിലും കുടുംബ സംഗമങ്ങളിലും ഒക്കെ തന്നെ നന്മയല്ലാതെ ഉപദേശിക്കാൻ
നന്മയല്ലാതെ ഉപദേശിക്കുന്നവരില്ല. തിന്മയെ വെറുക്കാനും നന്മയെ ഉപദേശിക്കാനും സർവോപരി വൈകാരികത ഉറക്കെ പ്രഖ്യാപിക്കാതെ വിവേകത്തോടുകൂടി ദീനിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനുമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, ജനനം മുതൽ മരണം വരെ, തുടർന്ന് മരണാനന്തരം അനശ്വരമായ ലോകത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്നും വ്യക്തവും കൃത്യവുമായി പറഞ്ഞു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയണം. പ്രവാചകൻ്റെ ജീവിത സന്ദർഭങ്ങളെ ഒപ്പിയെടുത്ത ഹദീസുകൾ നമുക്ക് പഠിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തിലും അടങ്ങിയിരിക്കുന്ന അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്താൻ, അത് കേൾക്കാൻ, വായിക്കാൻ നമുക്ക് കണ്ണുകൊണ്ട് കഴിയുന്നില്ലെങ്കിലും ബ്രെയിൽ സംവിധാനം ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ഹദീസ് പഠിക്കാൻ നമുക്കൊരു സാഹചര്യമുണ്ടെങ്കിൽ അത് നന്മയുടെ കേൾവിയാകും. അതിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ അത് നന്മയുടെ സംസാരമാകും. അത്തരം നന്മയുടെ കേൾവിയും നമ്മുടെ നന്മയുടെ സംസാരവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മുടെ ഉള്ളം കയ്യിലുണ്ടാവണം. അതിനാണ് പീസ് റേഡിയോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പീസ് റേഡിയോ. നമ്മൾ പല ആളുകളും ഉപയോഗിക്കുന്നുണ്ടാവും. കാഴ്ചാപരിമിതി അനുഭവിക്കുന്ന ആളുകൾക്കും പീസ് റേഡിയോ ആപ്ലിക്കേഷൻ സുഖകരമായി ഉപയോഗിക്കാൻ സാധിക്കും. പീസ് റേഡിയോയെക്കുറിച്ച് കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് റേഡിയോ സംവിധാനമാണ്. ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി വിഷയങ്ങളെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് തത്സമയ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഇൻ്റർനെറ്റ് റേഡിയോ സംവിധാനമാണ് പീസ് റേഡിയോ സംവിധാനം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നിങ്ങൾക്ക് അത്തരം ഫോണുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പീസ് റേഡിയോ ഉപയോഗിക്കാനോ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു സ്മാർട്ട് ഫോണിനകത്ത് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് നമ്മൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ നന്മയുടെ കേൾവികൾ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നന്മയുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാകും. അങ്ങനെ പഠിച്ചെടുത്ത ആളുകൾ അത് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നന്മയുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് സമൂഹത്തിന് കിട്ടും. അങ്ങനെ സമൂഹത്തിൽ നന്മയുള്ള വാക്കുകളും നന്മയുള്ള ഉപദേശങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള വലിയ സമ്പാദ്യമായി മാറും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളായാലും അതിനുള്ള പരിഹാര മാർഗങ്ങളായാലും നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായാലും നിത്യജീവിതത്തിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ സർക്കാർ സംബന്ധമായ അറിയിപ്പുകളാണെങ്കിലും അതുപോലെ നമുക്ക് ആസ്വാദ്യകരമായ ഗാനം, നമ്മുടെ കലാപരമായ കഴിവുകൾ കേൾക്കാനാണെങ്കിലും സംശയങ്ങൾ തത്സമയം ദൂരീകരിക്കാനാണെങ്കിലും ഒക്കെ തന്നെ വിവിധ സെഷനുകളായിട്ട് വിവിധ പ്രോഗ്രാമുകളായി പീസ് റേഡിയോ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ ഭാഗമായി തത്സമയ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ കഴിയും. അബ്ദുറഹ്മാൻ ചുങ്കത്തറ അവർക്കുള്ള പരിചയം ഉണ്ടാവും. തത്സമയ പരിപാടികളിലൊക്കെ തന്നെ പീസ് റേഡിയോയിൽ സജീവ സാന്നിധ്യമായിരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ പീസ് റേഡിയോ എന്നത് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല എന്നുള്ള കാര്യവും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൗഹീദിൻ്റെ വെളിച്ചം ആളുകളിലേക്ക് എത്തിക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഉള്ളം കൈയിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം എത്തിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് പീസ് റേഡിയോ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതിൻ്റെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ വിവിധ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുക, കേൾക്കുക. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞുപോയ പ്രോഗ്രാമുകൾ കേൾക്കാൻ അതിൽ റിവൈൻഡ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ലൈവ് കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് ലൈവ് നൽകിയിട്ടുണ്ട്. വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിവിധ പരിപാടികൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ
ഈ പീസ് റേഡിയോയിലുള്ള പ്രോഗ്രാമുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്തരം ഒരു സാഹചര്യം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കേവലം മറ്റുള്ള കാതടപ്പിക്കുന്ന ഉപകരണങ്ങളുടെ അകമ്പടിയുടെ കൂടിയിട്ടുള്ള ശബ്ദകോലാഹലമായ ഗാനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ആ തലമുറയിൽ നിന്നും ആളുകളെ രക്ഷിക്കാനും നമ്മുടെ കലാപരമായ കഴിവുകൾ ആസ്വാദ്യകരമായ രീതിയിൽ ഹൃദയത്തിനകത്തേക്ക് കലാപ്രകടനങ്ങൾ എത്താനുമുള്ള ഒരു സാഹചര്യമുള്ള വിവിധ പരിപാടികളും ഈ പീസ് റേഡിയോ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നന്മയുള്ള ഒരുപാട് ഗാനങ്ങൾ കേൾക്കാൻ ഈണം യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഈണം യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും അതുപോലെ അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ വരുന്ന കലാപ്രകടനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. നിങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരവും ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അത്തരം സംവിധാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതായാലും ഈ കൂടിയ ഒരു കുടുംബസംഗമം അള്ളാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു കർമ്മമായി നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അതിലൂടെ നന്മയുള്ള ജീവിതം നയിക്കാനും പരലോകത്തേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നേടാനും ഈ ഒരു സംഗമത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഉത്ബോധനം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനകളാണ് നൽകാനുള്ളത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു മാത്രം, പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവോട്, എല്ലാ തേട്ടങ്ങളും അള്ളാഹുവോട്. ഈ ഒരു സംസാരം പറയാനും ഇത് കേൾക്കാനും സൗഭാഗ്യം നമുക്ക് നൽകിയ അള്ളാഹുവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട്, അൽഹംദുലില്ലാഹ് സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വാക്കുകൾ നിർത്തുകയാണ്. ആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ പീസ് റേഡിയോ നിലവിൽ ഉപയോഗിക്കാത്ത ആളുകളുടെ ഒന്ന് കൈ ബുക്ക് എണീറ്റിക്കോ ചെയ്യോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിൽ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചെയ്തു കൊടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിട്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഒന്നായിട്ടല്ല, ഓരോരുത്തരും നിങ്ങളുടെ അടുത്തേക്ക് ഈ പരിപാടിക്ക് തടസ്സം വരാത്ത രീതിയിൽ നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ. മറ്റ് സംശയങ്ങൾ ഇതുമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും പ്രയാസമല്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഡെമോൺസ്ട്രേഷനൊന്നും നടത്താതെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ട് സംഘാടകരെ ഒന്ന് ബന്ധപ്പെട്ടാൽ അത് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഇൻസ്റ്റാൾ ചെയ്തു പോകും, പരിപാടിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ. ഓക്കെ.